ഹായ് ഓൾ. കേന്ദ്ര സർവീസിൽ ഒരു ജോലി ആഗ്രഹിക്കുന്ന എല്ലാ ആസ്പിരൻസും CGL എക്സാമിനേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്ന ഒരു എക്സാമാണ് CHSL എക്സാമിനേഷൻ. ഡിഗ്രി ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഫ്രഷേഴ്സ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവർക്ക് മാത്രമല്ല +2 കഴിഞ്ഞിരിക്കുന്നവർക്കും ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. കേന്ദ്ര സർവീസിലെ ഏറ്റവും മികച്ച സാലറിയോടുകൂടി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ജോലിയാണ് CHSL ത്രൂ ഉള്ള പോസ്റ്റുകൾ എന്ന് പറയുന്നത്. സോ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഒരു 80 days പ്ലാൻ ആണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 80 ദിവസം കൊണ്ട് ഈ പരീക്ഷ ക്രാക്ക് ചെയ്യുന്ന ലെവലിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം, ഓരോ ദിവസവും എന്തെല്ലാം പഠിക്കാം, അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പം ഫ്രഷേഴ്സ് ഒരുപാട് ഡിഗ്രി കഴിഞ്ഞിരിക്കുന്ന കാൻഡിഡേറ്റ്സ്, ഡിഗ്രി കഴിഞ്ഞവർക്കും ഡിഗ്രി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം ഈ ഒരു എക്സാമിനേഷനായിട്ട് തയ്യാറെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഓൺഗോയിങ് ഡിഗ്രി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ എക്സാം എഴുതാം, നോ പ്രോബ്ലം. +2 മാത്രം മതി. മാത്രമല്ല ഇപ്പോൾ ഓൺഗോയിങ് ഡിഗ്രി സ്റ്റുഡൻസ് ഇപ്പോൾ തന്നെ ഇത് എഴുതുന്നതായിരിക്കും നല്ലത്, ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ +2 വരെ പഠിച്ചതിൽ നിന്നിട്ട് മാത്രമാണ് ചോദ്യങ്ങൾ ഈ ഒരു എക്സാമിനേഷന് വരിക. വളരെ സിംപിളർ ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ആണ് CHSL. റൈറ്റ് ആയിട്ടുള്ള രീതിയിൽ പഠിക്കുകയാണെങ്കിൽ മാത്രമായിരിക്കും ഇത് സിമ്പിൾ ആകുക, അല്ലെങ്കിൽ കോമ്പറ്റീഷൻ കാരണം നിങ്ങൾക്ക് ഡിഫിക്കൽട്ടി ഒക്കെ ഫീൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്താണ് ഈ CHSL? ഇതെന്ന് പറയുന്നത് CHSL എന്ന് പറഞ്ഞാൽ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ ആണ്. CHSL എന്ന് പറയുന്നത് +2 കഴിഞ്ഞ് ആർക്ക് വേണമെങ്കിലും, +2 റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ബോഡിയിൽ നിന്ന് പാസ്ഡ് ഔട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പരീക്ഷയ്ക്കായിട്ട് അപ്ലൈ ചെയ്യാം. ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന പോസ്റ്റുകൾ, ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് CHSL പരീക്ഷ എഴുതി നമ്മൾ കയറുന്നതെന്ന് ചോദിച്ചാൽ, ലോവർ ഡിവിഷൻ ക്ലർക്ക് അല്ലെങ്കിൽ ജൂനിയർ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, DEO ഗ്രേഡ് A, ഇതൊക്കെയാണ് നമ്മുടെ പോസ്റ്റുകൾ എന്ന് പറയുന്നത്. ഏതൊക്കെ പോസ്റ്റുകളുണ്ട്? ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഉണ്ട്, ലോവർ ഡിവിഷൻ ക്ലർക്ക് ഉണ്ട്, ജൂനിയർ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ഉണ്ട്. ഓക്കെ, റെപ്യൂട്ടഡ് ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്ന ഈ പോസ്റ്റുകളിലൂടെ നമുക്ക് ജോലിയിൽ എൻട്രി ചെയ്യാം. ആൻഡ് എന്തൊക്കെ വിഷയങ്ങളാണ് എന്നുള്ളത് ഞാൻ ആദ്യം തന്നെ പറയാം. നമുക്കൊരു സൂൺ നമുക്ക് CHSLന്റെ ഈ ഒരു നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാം. എന്തായാലും ഇപ്പോൾ CGLന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിരിക്കുകയാണ്. ഒരു 3-4 മാസത്തിനുള്ളിൽ നമുക്ക് എനഫ് ടൈം മുൻപിലുണ്ട്. പരീക്ഷയും വരാൻ സാധ്യതയുണ്ട് വിത്തിൻ 3-4 months. ഓക്കെ, സോ ആദ്യം തന്നെ പ്രിലിംസ് എക്സാം ആണ്. പ്രിലിംസ് എക്സാമിനേഷൻ 100 ചോദ്യങ്ങളാണ്, 200 മാർക്കിനാണ്, 60 മിനിറ്റ് ആണ്, 0.50 ആണ്, നെഗറ്റീവ് മാർക്കിംഗ് ഉള്ള ഒരു പരീക്ഷയാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ മെയിൻ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് നമുക്ക് ജനറൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ റീസണിങ് അല്ലെങ്കിൽ മെന്റൽ എബിലിറ്റി എന്നൊക്കെ ഈ ഒരു സബ്ജക്റ്റിന് നമ്മൾ പറയും. ജനറൽ അവയർനെസ് അല്ലെങ്കിൽ GK എന്ന് പറയാം. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മാത്സ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഈ 4 സബ്ജക്റ്റ് ആണ് നമുക്ക് പ്രിലിംസിനുള്ളത്. ഓൾമോസ്റ്റ് ഇത്രയും സബ്ജക്റ്റുകൾ തന്നെയാണ് മെയിൻസിനും വരുന്നത്. മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ് ആൻഡ് ജനറൽ അവയർനെസ്സും മെയിൻസിന് വരുന്നുണ്ട്. ഓക്കെ, സോ സബ്ജക്റ്റുകളെ പറ്റി നിങ്ങൾക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു ധാരണ കിട്ടിയെന്ന് ഞാൻ കരുതുന്നു. ഇനി ഓരോ വിഷയങ്ങൾക്കകത്തും എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് ജസ്റ്റ് ഞാനൊന്ന് റാൻഡം ആയിട്ട് പറഞ്ഞു പോകാം. ആദ്യം തന്നെ മാത്സ്. അപ്പൊ ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഈ CHSL എന്ന് പറയുന്നത് എന്താണ്, ഒരു +2 ലെവലിൽ നടക്കുന്ന എക്സാം ആണ്. നിങ്ങൾക്ക് വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ്, +2 ആണ്. അപ്പൊ +2 വരെ നമ്മൾ പഠിച്ചത് വെച്ചിട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഇവിടെ ചോദിക്കുള്ളൂ. ഭയങ്കരമായിട്ട് ഹൈ ലെവൽ ഡിഗ്രിക്ക് പഠിച്ചതുപോലെ ഗ്രാജുവേഷൻ പഠിക്കുന്ന പോലുള്ള ടോപ്പിക്കുകളൊന്നും ഇവിടെ ഇല്ല. അഡ്വാൻസ്ഡ് ലെവൽ ടോപ്പിക്കുകളില്ല. മാത്സ് ആണെങ്കിലും ഭയങ്കര അഡ്വാൻസ്ഡ് ലെവലായിട്ടുള്ള ഒന്നും ഇവിടെ ചോദിക്കില്ല. എല്ലാം ബേസിക് ലെവൽ ഓഫ് കാര്യങ്ങൾ തന്നെയാണ് ചോദിക്കുക. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് മാത്സിൽ നിന്നിട്ട് സിലബസിലുള്ള ടോപ്പിക്കുകൾ ഞാനൊന്ന് പറയാം. പെർസെൻറ്റേജ്, ഈ ടോപ്പിക്കുകളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടോപ്പിക്കുകളിൽ നിന്നിട്ടെല്ലാം ക്വസ്റ്റ്യൻസും ചോദിക്കുന്നതാണ്. 100% ഞാൻ ഈ പറയുന്ന ഓരോ സബ്ജക്റ്റിന്റെ ടോപ്പിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എന്തായാലും എക്സാമിന് ഉണ്ടാവും. അപ്പം ഒന്നുപോലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തതാണ്, എല്ലാം നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പോൾ ക്വാണ്ടിൽ നിന്ന് പെർസെൻറ്റേജ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ടൈം ആൻഡ് വർക്ക്, സ്പീഡ്, ഡിസ്റ്റൻസ് ആൻഡ് ടൈം, ഓൾജിബ്ര, ജിയോമെട്രി, മെൻസ്ട്രേഷൻ, DI. ഇപ്പം നമ്മൾ ടൈം, ഡിസ്റ്റൻസ് ആൻഡ് സ്പീഡ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ ഒരു സെക്ഷന്റെ സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നൊരു ബേസിക് ഫോർമുലയിൽ നിന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എല്ലാ ക്വസ്റ്റ്യൻസും ഓൾമോസ്റ്റ് സ്പീഡ്, ഡിസ്റ്റൻസ് ആൻഡ് ടൈമിൽ തന്നെ നമുക്ക് ബോത്ത്സ് ആൻഡ് സ്ട്രീംസ് എന്ന് പറയുന്ന സബ് ഡിവിഷൻ വരുന്നുണ്ട്. അതുപോലെ ട്രെയിൻസ് വരുന്നുണ്ട്. ഇതെല്ലാം ഇതിന്റെ സബ് ഡിവിഷൻ കാറ്റഗറീസ് ആണ്. അപ്പം ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നൊരു ബേസ് ഫോർമുല വെച്ചിട്ടാണ്. അപ്പം നിങ്ങൾ പഠിക്കുമ്പോൾ എങ്ങനെയാണ്, നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനാണ് പഠിക്കുന്നത്, മറിച്ച് എന്തിനല്ല, ഒരു ഗ്രാജുവേഷൻ, ഒരു ഡിഗ്രി സബ്ജക്റ്റിനോ +2 ബോർഡ് എക്സാമിനോ അല്ല നമ്മൾ പഠിക്കുന്നത്. ഈ ഡിഗ്രി ബോർഡ് എക്സാം ഒക്കെ ആണെങ്കിൽ നമുക്ക് പതിയെ ട്രഡീഷണൽ മെത്തേഡ് ഒക്കെ എഴുതി ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒക്കെ ആയിട്ട് എഴുതി X = ലാസ്റ്റ് ആൻസർ അല്ലെങ്കിൽ ഒരു ഫൈനൽ ആൻസർ ഇസ് ദിസ്
എന്ന് പറഞ്ഞിട്ട് നമുക്ക് വരയിട്ട് നിർത്താം. പക്ഷേ ഇവിടെ കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. ഇവിടെ നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പുകൾ ആർക്കും കാണണ്ട, നമ്മൾ ചെയ്യുന്ന ട്രഡീഷണൽ മെത്തേഡ്സ് ആർക്കും കാണണ്ട. 4 ഓപ്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ 5 ഓപ്ഷൻ ഉണ്ടാവും. അതിൽ കറക്റ്റ് ആൻസർ മാത്രമാണ് ഇസ് വാല്യുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം നമ്മൾ മാർക്ക് ചെയ്താൽ മാത്രം മതി. അല്ലാതെ ആ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം കിട്ടാൻ വേണ്ടി നമ്മൾ എത്ര സ്റ്റെപ്പ് ചെയ്തു, ആ ഓരോ സ്റ്റെപ്പിനും 1/2 മാർക്ക് 1 മാർക്ക് എന്ന് പറയുന്ന ക്രൈറ്റീരിയ ഇവിടെ ഇല്ല. കോമ്പറ്റേറ്റീവ് എക്സാം ആയതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ സമയത്ത് 100% ആക്യുറസിയോട് കൂടി കറക്റ്റ് ആൻസറിലേക്ക് നിങ്ങൾ എത്തണം. അതാണ് ഇവിടുത്തെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പൊ QA ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ആവറേജസ് എല്ലാം ഇതിനകത്ത് വരുന്നതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ പഠിക്കേണ്ട ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഞാൻ നമ്മുടെ 80 ഡേ പ്ലാനിലേക്ക് വരുമ്പോൾ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഓക്കെ, ഇനി റീസണിങ് നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. SSC എക്സാമിനേഷൻസിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും സിംപ്ലർ റീസണിങ് തന്നെയാണ്. കാരണം മെന്റൽ എബിലിറ്റി ആണ്. അവിടെ നമുക്ക് കാര്യമായിട്ടൊന്നും പഠിക്കാനില്ല. നമ്മുടെ കോമൺ സെൻസ് മാത്രം നമുക്ക് യൂസ് ചെയ്ത് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഉള്ളത്. എങ്ങനെ റീസണിങ് സെക്ഷൻ എളുപ്പമാക്കാം എന്ന് ചോദിച്ചാൽ ആസ് മച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. എത്ര ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചോദ്യങ്ങൾ എടുത്തിട്ട് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് നിങ്ങൾക്ക് റീസണിങ് എന്ന് പറയുന്ന സെക്ഷനിൽ അടിപൊളിയാകാൻ പറ്റും. ഇതിനകത്ത് മെയിൻലി അനലോഗി, സീരീസ്, കോഡിങ് ആൻഡ് ഡീകോഡിങ്, ബ്ലഡ് റിലേഷൻ, ഡയറക്ഷൻ ആൻഡ് സെൻസ്, പിന്നെ റാങ്കിങ്, പസിൽ, ഇത്രയാണ് നമുക്ക് എന്തിൽ വരുന്നത്, റീസണിങ്ങിൽ വരുന്നത്. ഓക്കെ, സോ ഇത് പ്രാക്ടീസിലൂടെ നമുക്ക് എളുപ്പമാക്കാൻ സാധിക്കുന്ന ഒരു സെക്ഷനാണ് റീസണിങ്. ദെൻ ഇംഗ്ലീഷ് വളരെ കണ്ണിങ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ മെന്റൽ എബിലിറ്റിയും മാത്സും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ വർക്കൗട്ട് പെൻ ആൻഡ് പേപ്പറൊക്കെ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തൊരു ആൻസറിലേക്ക് എത്തും. ആ ആൻസർ ഓപ്ഷനിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം അത് 95% to 100% കറക്റ്റ് തന്നെയായിരിക്കും. പക്ഷേ ഇംഗ്ലീഷിൽ നമുക്ക് അങ്ങനെ ഉറപ്പിക്കാൻ പറ്റില്ല. നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് കൺഫ്യൂഷൻ ഉണ്ടാവും. ഓപ്ഷൻ A ആണോ, ഓപ്ഷൻ B ആണോ, അല്ലെങ്കിൽ C ആണോ, D ആണോ. അപ്പോൾ ഏതെങ്കിലും ഒന്ന് നമ്മൾ ഇപ്പോൾ ഫില്ലപ്സ് ആണ് വരുന്നെങ്കിൽ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് വരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഓപ്ഷനിൽ നിന്ന് ഒരു ഉത്തരം എടുത്തിട്ട് ആ ഡാഷ് അല്ലെങ്കിൽ ആ ബ്ലാങ്കിന്റെ അവിടെ നമ്മൾ ഇട്ട് കൊടുക്കും. എന്നിട്ട് നമ്മൾ വായിച്ചൊക്കെ നോക്കും, അല്ലെ ഇത് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടോ, വായിക്കുമ്പോൾ ഒരു ബെറ്റർ ഫീലിംഗ് ഉണ്ടാവുന്നുണ്ടോ. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. പക്ഷെ അതൊരു കറക്റ്റ് ആയിട്ടുള്ള വേ ആണ്. നിങ്ങൾ തെറ്റായിട്ടുള്ള ഒരു വേ ആണ് നിങ്ങൾ ആ ഫോളോ ചെയ്യുന്നത്. കറക്റ്റ് വേ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ SSC എക്സാംസിൽ ഇപ്പം വേറെ ഓരോ കോമ്പറ്റേറ്റീവ് എക്സാമിലും ഡിഫറെൻറ്റ് സ്ട്രാറ്റജിയാണ്. ഇപ്പം ഈ ഒരു സ്ട്രാറ്റജി ഞാൻ SSC എക്സാമിന് മാത്രമേ പറയുള്ളൂ, ഒരിക്കലും ഞാൻ ബാങ്ക് എക്സാമിന് പറയില്ല. കാരണം അവിടെ ഡിഫറെൻറ്റ് സ്ട്രാറ്റജിയാണ്. ഇപ്പോൾ ഒരു SSC എക്സാംസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ബേസിക് ഗ്രാമർ റൂൾസ് പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എസ്പെഷ്യലി സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്, അല്ലെങ്കിൽ എന്താ പറയുക ടെൻസസ് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ വൊക്കാബുലറി എങ്ങനെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ 120 റൂൾസ് ഓഫ് ബേസിക് ഗ്രാമർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ എവിടെ നോക്കിയാലും ഒരുപാട് ക്ലാസ്സുകൾ കാണാൻ സാധിക്കും. അതൊക്കെ ഒന്ന് ബേസ് ആയിട്ട് പഠിച്ചു വെക്കുക. എന്നിട്ട് അത് വെച്ചിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഗ്രാമർ എന്തുകൊണ്ട് ഒരു സ്ഥലത്ത് ഇത് വന്നു എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഇംഗ്ലീഷിന്റെ നോക്കി വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. നമുക്ക് ഗ്രാമർ ഉണ്ട്, വൊക്കാബുലറി ഉണ്ട്, റീഡിംഗ് കോംപ്രിഹെൻഷൻ ഉണ്ട്, എറർ സ്പോട്ടിംഗ് ഉണ്ട്, ക്ലോസ് ടെസ്റ്റ് ഉണ്ട്, കഴിഞ്ഞു. ഇത്രയും ടോപ്പിക്കുകൾ മാത്രമേ ഉള്ളൂ. ഇതിൽ ഒന്നുപോലും സ്കിപ്പ് ചെയ്യാനില്ല. ഇതെല്ലാം പഠിക്കണം. ഇതിൽ നിന്നിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക. പിന്നെ CHSLന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രിലിംസിന് വേണ്ടി മാത്രം പഠിക്കരുത്. നിങ്ങൾ ഇന്നോട്ട് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ പ്രിലിംസും മെയിൻസും എന്ത് ചെയ്യുക, ഒരേപോലെ പ്രിപ്പയർ ചെയ്ത് മുൻപോട്ട് കൊണ്ടുപോകുക. കാരണം പ്രിലിംസ് മാത്രം എഴുതിക്കൊണ്ട് നമുക്ക് സെലക്ഷൻ ആവുമോ? ഇല്ല. മെയിൻസ് പരീക്ഷയിലെ മാർക്കാണ് പരിഗണിക്കുക കൂടുതലും. അപ്പോൾ എന്താ പറയുക, മെയിൻസിന് വേണ്ടിയിട്ടും day 1 തൊട്ട് തന്നെ പ്രിപ്പറേഷൻ തുടങ്ങാം. ഒന്നുമില്ല, ഒരു ടോപ്പിക് എടുത്തിട്ട് ഇപ്പോൾ വൊക്കാബുലറി നമ്മൾ എടുക്കുകയാണ്, നമ്മൾക്ക് ആദ്യം കുറച്ച് ഈസിയർ ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ പഠിക്കുക. അത് മാത്രം പഠിച്ചാൽ മതിയോ? മെയിൻസിന് വരുമ്പോൾ എന്തായിരിക്കും, കുറച്ച് ടഫറായിട്ടുള്ള പാടായിട്ടുള്ള വേർഡ്സ് ഒക്കെ ആയിരിക്കും അവിടെ വൊക്കാബുലറി ചോദിക്കുക. അപ്പം ഈസിയർ പഠിക്കുക, മോഡറേറ്റ് പഠിക്കുക, ദെൻ എന്ത് പഠിക്കുക, ടഫറായിട്ടുള്ള പഠിക്കുക. ഇങ്ങനൊരു വേല പഠിച്ചു പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പ്രിലിംസിനും മെയിൻസിനും ഒരുമിച്ച് തയ്യാറെടുക്കുകയാണ്. ഇനി ജനറൽ അവയർനെസ് അഗെയിൻ കുറച്ച് വാസ്റ്റ് ആണ്. കുറച്ചധികം കാര്യങ്ങൾ ഇവിടെ പഠിക്കാനുണ്ട്. ഹിസ്റ്ററി, ജിയോഗ്രഫി, പൊളിറ്റി, ഇക്കണോമി, സയൻസ്, കറണ്ട് അഫയേഴ്സ് നമുക്ക് ഒരു വർഷം മുമ്പ് വരെയുള്ള കറണ്ട് അഫയേഴ്സും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. പിന്നെ GK പഠിക്കുമ്പോൾ കൂടുതലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് പഠിക്കുക. കാരണം SSC കൂടുതലും PYQs ഫോക്കസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. എന്ന് പറഞ്ഞാൽ PYQസും എത്രത്തോളം പഠിക്കാൻ പറ്റുക അത്രത്തോളം പഠിക്കുക. കൂടുതൽ ഫോക്കസും അതർ സബ്ജക്റ്റിനും എല്ലാ സബ്ജക്റ്റിനും ഈക്വലി തന്നെ കൊടുക്കുക. ഓക്കെ, സോ ഇനി നമ്മുടെ 80 days സ്റ്റഡി സ്ട്രാറ്റജി എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഡിസ്കസ് ചെയ്യാം. ഇപ്പം day 1 to 20, day 21 to 50,
ഡേ 51 to 70 ആൻഡ് ഡേ 71 to 80. ഓക്കെ, ഈ ഒരു രീതിയിലാണ് ഞാൻ ഇപ്പോഴത്തേക്ക് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ ഡേ 1 എന്താണ് പഠിക്കേണ്ടത്, ഡേ 2 എന്തൊക്കെയാണ്, ഡേ 3 എന്താണ്, 4 എന്താണ്, 5, 6, 7, 8, 9, 10, അങ്ങനെ 1 to 80 ഡേയ്സ് ഈച്ച് ഡേ ഓരോ ദിവസവും ഏതൊക്കെ ടോപ്പിക്കുകളാണ്, എന്തൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ടുള്ളൊരു സ്ട്രാറ്റജി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു 80 ഡേയ്സ് സ്റ്റഡി പ്ലാൻ അറ്റാച്ച് ചെയ്തേക്കാം. അത് ഡൗൺലോഡ് ചെയ്തെടുത്താൽ നിങ്ങൾക്ക് ഓരോ ദിവസവും എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജി സ്റ്റഡി പ്ലാൻ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. എനിവേ, ഡേ 1 to 20, അതായത് സ്റ്റഡി പ്ലാനിൽ ഡേ 1 to 20 എന്തൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് പറയാം. മാത്സിന്റെ ബേസിക് കോൺസെപ്റ്റ് ആണ്, ഗ്രാമറിന്റെ ബേസിക്സ്, റീസണിങ്ങിന്റെ ബേസിക്സ്, അതുപോലെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ആണ്. ഓക്കെ, ഇത് ഡേ 1 to 20 അപ്പോൾ എന്താണ്, കൂടുതലും ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ബേസിക്സ് വേണം നമ്മൾ ഫോക്കസ് ചെയ്യാൻ. ഇനി 21 തൊട്ട് 50 ദിവസം വരെ നമ്മൾ കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യാം. അതായത് ടോപ്പിക് വൈസ് പ്രാക്ടീസ്, പിന്നെ ഷോർട്ട് നോട്ട്സ് പ്രിപ്പറേഷൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. നിങ്ങളിപ്പം ഞാൻ അറ്റാച്ച് ചെയ്തേക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം. ആ ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാനിൽ നോക്കുകയാണെങ്കിൽ ഈ ഡേ 21 to 50 ഇപ്പോൾ ഡേ 21 ഏത് ടോപ്പിക്കാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ടാവും. ഡേ 22 ഏത് ടോപ്പിക്കാണ്, എന്തിന്റെ ഷോർട്ട് നോട്ട് പ്രിപ്പറേഷൻ ആണ്, അതുപോലെ ഡേ 25 ഏത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് എന്നുള്ള ഡീറ്റെയിൽഡ് സ്ട്രാറ്റജിയാണ് സ്റ്റഡി പ്ലാനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇത് ആ അറ്റാച്ച് ചെയ്തിരിക്കുന്ന സ്റ്റഡി പ്ലാൻ ഓവറോൾ എന്താണ് എന്നുള്ള ബേസിക്സ് മാത്രമാണ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, സോ എന്ത് ചെയ്യുക, ടോപ്പിക് വൈസ്. അപ്പം നമ്മൾ ഇനിഷ്യൽ 20 ഡേയ്സിൽ നമ്മൾ ഏകദേശം എല്ലാം എന്താണ്, സിലബസ് മൊത്തം നമ്മൾ പോകും. ആദ്യത്തെ 20 ദിവസം കൊണ്ട് ഹോൾ സിലബസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. എല്ലാ സിലബസിലുള്ള ടോപ്പിക്കിന്റെയും ബേസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ കടക്കുന്നത് പ്രാക്ടീസിലേക്കാണ്. 21 ഡേ തൊട്ട് 21ാമത്തെ ദിവസം തൊട്ട് നമ്മൾ പതിയെ ഈ ടോപ്പിക്സിൽ ഓരോ സിലബസിലുള്ള ഓരോ ടോപ്പിക്കും പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങും. അതിനെക്കുറിച്ചുള്ള നോട്ട് പ്രിപ്പറേഷൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും, അതായത് നല്ലൊരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഫേസ് കയറുന്നത് ഡേ 21 to 50 ആൻഡ് ലാസ്റ്റ് 51 to 70 സെക്കൻഡ് ലാസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മിക്സഡ് ക്വസ്റ്റ്യൻ സെറ്റ്സും ടൈംഡ് പ്രാക്ടീസും വീക്ക്ലി മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യും. ഓക്കെ, അതും നിങ്ങൾക്ക് ഈ ഒരു 51ാമത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് ഏതിൻ്റെയൊക്കെ മിക്സഡ് ക്വസ്റ്റ്യൻ ആണ്, ഏതിൻ്റെയൊക്കെ ടൈം പ്രാക്ടീസ് ആണ്, ഏതിൻ്റെയൊക്കെ വീക്ക്ലി മോക്ക് ടെസ്റ്റ് ആണ്, 52ാമത്തെ ദിവസം ചെയ്യേണ്ടത് എന്താണ്, 53ാമത്തെ എന്താണ്, 54 എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സാധനം സ്റ്റഡി പ്ലാനിൽ അറ്റാച്ച്ഡ് ആണ്. അപ്പം മിക്സഡ് ക്വസ്റ്റ്യൻ സെറ്റ് എന്ന് പറയുമ്പോൾ അതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, എന്താ പറയുക, ഇപ്പം QAയുടെ മാത്സിന്റെ കുറച്ച് ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കുക. അതിനകത്ത് ഇപ്പോൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ മാത്രമായിരിക്കില്ല, ചിലപ്പോൾ ടൈം ആൻഡ് ഡിസ്റ്റൻസ് കാണും, ചിലപ്പോൾ സിംപ്ലിഫിക്കേഷൻ കാണും. അങ്ങനെ മിക്സഡ് കൈൻഡ് ഓഫ് സാധനങ്ങൾ ചേർന്നൊരു സെറ്റ് ആയിരിക്കും നമ്മുടെ മിക്സഡ് ക്വസ്റ്റ്യൻ സെറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ടൈംഡ് പ്രാക്ടീസ്. എന്താണ് ഈ ടൈംഡ് പ്രാക്ടീസ്? അതായത് നമുക്ക് സെക്ഷണൽ ടൈമിങ്, ഇപ്പം CGLന്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ആദ്യമായിട്ട് SSC ആസ്പിരൻസ് ഉദ്യോഗാർത്ഥികൾ കണ്ടൊരു സാധനമാണ്, ആദ്യമായിട്ട് ഈ വർഷമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സെക്ഷണൽ ടൈമിങ്. അപ്പോൾ ടൈംഡ് പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം സെക്ഷൻ വൈസ് ആയിട്ടുള്ള മോക്ക് എക്സാം, ഇപ്പം റീസണിങ്ങിന്റെ 15 മിനിറ്റിന്റെ വരുന്ന ഒരു സെറ്റ് എടുത്ത് നിങ്ങൾക്ക് ചെയ്യാം. കാരണം പരീക്ഷയ്ക്ക് ചെയ്യാൻ CHSL സെക്ഷണൽ ടൈമിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ 15 മിനിറ്റ് മാത്രമായിരിക്കും കിട്ടുക. അപ്പൊ ഇപ്പോഴേ അതിന് വേണ്ടിയിട്ട് എന്താണ് തയ്യാറെടുക്കാം. പിന്നെ പ്രിലിംസ് ആണെങ്കിൽ 1 hour എക്സാം, 1 hourന്റെ എക്സാം എടുത്തിട്ട് ചെയ്യാം. അതാണ് ഈ ടൈംഡ് പ്രാക്ടീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പ്രാക്ടീസിനോടൊപ്പം പിന്നെ വീക്ക്ലി മോക്ക് ടെസ്റ്റും സെയിം മോക്ക് തന്നെയാണ് രണ്ടും. ഇവിടെ നിങ്ങൾ അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം കൂടെ അനാലിസിസ് ആണ്. ഓക്കെ, വെറുതെ മോക്ക് എക്സാം എഴുതിയാൽ മാത്രം പോരാ. ഇപ്പൊ ഒരു 15 മിനിറ്റിന്റെ സെക്ഷണൽ മോക്കാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു 30 to 45 മിനിറ്റ് എടുത്ത് എന്ത് ചെയ്യുക, അത് അനലൈസ് ചെയ്യുക. ഇപ്പൊ 15 മിനിറ്റിന്റെ 15 മാർക്കിന്റെ അല്ലെ പോട്ടെ 15 മിനിറ്റിന്റെ ഇപ്പൊ ഒരു 30 മാർക്കിന് ആണ് നിങ്ങൾ ചെയ്യുന്നതെന്നിരിക്കട്ടെ. 30 മാർക്കിന് നിങ്ങൾക്ക് ഏകദേശം ഒരു 27 മാർക്കും കിട്ടി. അപ്പൊ 27 മാർക്ക് കിട്ടിയെടുത്ത് 30 to 45 മിനിറ്റ് എടുത്ത് അനലൈസ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് തെറ്റിയ 3 മാത്രം നോക്കിയാൽ മതി. ചിലപ്പോൾ ഇത് അനലൈസ് ചെയ്യാൻ എന്താണ് ഒരു 10 മിനിറ്റ് മാത്രം മതിയായിരിക്കും. ഇൻസ്റ്റെഡ് ഈ ഒരു 30ന്റെ സ്ഥാനത്ത് ഔട്ട് ഓഫ് 30 നിങ്ങൾക്ക് ഒരു 7 മാർക്ക് കിട്ടിയുള്ളൂ എന്നിരിക്കട്ടെ. അപ്പൊ നിങ്ങൾ എന്താണ് 30 to 45 മിനിറ്റ്സ് എടുത്ത് തന്നെ അനലൈസ് ചെയ്യേണ്ടി വരും. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡിഫറൻസ് മനസ്സിലായില്ലേ? ഇനി എങ്ങനെ അനലൈസ് ചെയ്യണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങളുടെ മാർക്സ് അനലൈസ് ചെയ്യുക. എത്ര മാർക്സ് കിട്ടി? ഓക്കെ, ഇതിൽ തന്നെ കറക്റ്റും കാണും റോങ്ങും കാണും.
കറക്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണ്? അത് നിങ്ങളുടെ സ്ട്രോങ് ഏരിയ ആണെന്നുള്ളതാണ്. ഇനി എന്താണ് റോങ് ഇൻഡിക്കേറ്റ് ചെയ്യുക? തെറ്റായി പോയി എന്നുള്ളതിന് ചില റീസൺസ് ഉണ്ടാവും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ബേസ് ക്ലിയർ ആയിരിക്കില്ല, ബേസ് ക്ലാരിറ്റി ഓർ കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇതൊരു റീസൺ ആകാം, അല്ലെങ്കിൽ ലാക്ക് ഓഫ് പ്രാക്ടീസ് കൊണ്ട് നിങ്ങൾക്ക് തെറ്റിയതാകാം, അതും അല്ലെങ്കിൽ നിങ്ങളുടെ കെയർലെസ് മിസ്റ്റേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് തെറ്റിയതാകാം, അല്ലെങ്കിൽ ടൈം സ്ട്രെസ് കൊണ്ട് തെറ്റിയതാകാം. ഈ 4 റീസൺസിൽ ഏതെങ്കിലും ഒന്നുകൊണ്ടാകാം നിങ്ങൾക്ക് ആ ഉത്തരം തെറ്റിയത്. ക്ലാരിറ്റി കുറവാണെങ്കിൽ എന്ത് ചെയ്യാം? അപ്പൊ തന്നെ പോയിട്ട് ഇപ്പം പെർസെൻറ്റേജിൽ തെറ്റി, അറിയാത്ത കൊണ്ടാണ് തെറ്റിയത്, ആ ഒരു പെർട്ടിക്കുലർ ഇപ്പം എലക്ഷൻ ബേസ്ഡ് ഒരു ക്വസ്റ്റ്യൻ വന്നു പെർസെൻറ്റേജിൽ നിന്ന്, അതെങ്ങനെ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയത്തില്ല, എന്ത് ചെയ്യുക? ഉടനെ തന്നെ പോയി ആ ഒരു സ്ട്രാറ്റജി മനസ്സിലാക്കി അത്തരം ഒരുപാട് ചോദ്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ ആ വീക്കർ ഏരിയ നിങ്ങൾക്ക് സ്ട്രോങ്ങർ ഏരിയ ആക്കാം. ലാക്ക് ഓഫ് പ്രാക്ടീസ് കൊണ്ടാണെങ്കിലോ, ലാക്ക് ഓഫ് പ്രാക്ടീസ് കൊണ്ട് എന്താ പറയാ, കൃത്യസമയത്ത് ചെയ്യാൻ പറ്റത്തില്ല. ഇതുമായിട്ട് ഒരുപാട് കണക്റ്റഡ് ആണ്. ടൈം, ഓക്കെ, ലാക്ക് ഓഫ് പ്രാക്ടീസ് കാരണമായിരിക്കും ചിലപ്പോൾ നമുക്ക് സമയം തികയാതെ വരിക. അപ്പം ടൈം അഡ്ജസ്റ്റ് ചെയ്യാനും സമയം തികയാതെ ക്വസ്റ്റ്യൻ തെറ്റുന്നതും ലാക്ക് ഓഫ് പ്രാക്ടീസ് കൊണ്ട് തെറ്റുന്നതും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. അപ്പൊ കൂടുതൽ എന്ത് ചെയ്യുക? അതിൽ ഷോർട്ട് കട്ട് മെത്തേഡ്സ് പഠിക്കുക. ഒരുപാട് ചോദ്യങ്ങൾ ടൈം വെച്ചിട്ട് തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടോ, പെട്ടെന്ന് ചെയ്ത് എത്താൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഉള്ള ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യുക. ഇനി കെയർലെസ് മിസ്റ്റേക്ക് കൊണ്ടാണെങ്കിലോ, കെയർലെസ് മിസ്റ്റേക്ക് കൊണ്ട് സംഭവിക്കുന്നത് പൊതുവെ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ മൊത്തം വായിക്കില്ല, പകുതി വായിക്കും, അവിടെ പിന്നെ ബാക്കി പകുതി എവിടെയോ പോകും. അപ്പൊ നിങ്ങൾക്ക് സ്ട്രെസ് ആവും. അപ്പൊ എന്ത് ചെയ്യുക? കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യുക. നമുക്ക് ഒരുപാട് ടെക്നിക്സ് ഉണ്ട്, മെഡിറ്റേഷൻ ഉണ്ട്, അതുപോലെ തന്നെ നല്ല സ്ലീപ്പ് കൊടുക്കാൻ നോക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, ഒരുപാട് സ്ട്രെസ്ഡ് ആവാതെ റിലാക്സ്ഡ് ആയിട്ട് എക്സാം എഴുതുക, അങ്ങനെയുള്ള സ്ട്രാറ്റജീസ് ഒക്കെ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാം. അപ്പം ഈ മോക്ക് എക്സാം എഴുതുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോമ്പറ്റേറ്റീവ് എക്സാംസിനെ സംബന്ധിച്ചിടത്തോളം. മോക്ക് എഴുതിയാലേ, മോക്ക് ഒരുപാട് പ്രാക്ടീസ് ചെയ്താലേ, അതുപോലെ തന്നെ അനലൈസ് ചെയ്താലും മാത്രമേ നിങ്ങൾ എക്സാം ക്ലിയർ ചെയ്യുള്ളൂ. അപ്പം ഈ 2 സ്ട്രാറ്റജി ഒന്ന് നോക്കുക. ഡേ 71 to 80 നമ്മൾ മെയിൻലി റിവിഷൻ ആണ്. പിന്നെയും പുതിയ കാര്യങ്ങൾ പഠിക്കാതെ ലാസ്റ്റ് ഡേയ്സിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് എന്ത് ചെയ്യുക? നല്ല രീതിക്ക് റിവൈസ് ചെയ്യുക. ഫോർമുലാസ്, ഒരുപാട് ഫോർമുലാസ് ഒക്കെ മാത്സിലൊക്കെ പഠിക്കാനില്ലേ, അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒന്ന് റിവൈസ് ചെയ്യാം. സോ ഇതിന്റെ എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, ഇതിപ്പോ ഡേ 1 to 20 ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സ്റ്റഡി പ്ലാനിൽ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഓരോ ദിവസത്തെയും ഇപ്പോൾ ബേസിക് മാത്സ് കോൺസെപ്റ്റ് ഡേ 1 to 20 ബേസിക് മാത്സ് കോൺസെപ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. അത് എന്തൊക്കെയാണ്? ഇപ്പോൾ പെർസെൻറ്റേജ് ആണോ, റേഷ്യൻ പ്രപ്പോർഷൻ ആണോ, സിംപ്ലിഫിക്കേഷൻ ആണോ, നമ്പർ സീരീസ് ആണോ, എക്സലിൽ ഓരോ ദിവസവും എന്താണ് പഠിക്കേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് ചെക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഓക്കെ, ആൻഡ് പരീക്ഷയിൽ ടാർഗറ്റ് ചെയ്യേണ്ട ഒരു സ്കോർ ഏകദേശം സേഫ് സോൺ എന്ന് പറയുന്നത് 200 മാർക്കിൽ 145നും 160 മാർക്കിനും ഇടയ്ക്കാണ്. കട്ട് ഓഫ് ഒക്കെ ഏകദേശം 200 മാർക്കിൽ ഈ ഒരു റേഞ്ചിലാണ് വരിക. കോമ്പറ്റേറ്റീവ് സോൺ 135 145 റേഞ്ചിലാണ്. ഏകദേശം ഈ ബിലോ 30 ഒക്കെ ആവുന്ന പറഞ്ഞാൽ നല്ല റിസ്ക് ആയിരിക്കും എക്സാം ക്ലിയർ ചെയ്യാൻ. നോക്കുക വേണ്ട, 130 ബിലോ ഔട്ട് ഓഫ് 200 ആണെങ്കിൽ ചാൻസസ് ആർ വെരി ലോ. ആൻഡ് നമുക്ക് ഒട്ടും എക്സ്പെക്ട് ചെയ്യില്ല കോമ്പറ്റേറ്റീവ് സോണിൽ നിന്നാൽ ക്ലിയർ ആകാം, ക്ലിയർ ആകാതിരിക്കാം എന്നൊരു റേഞ്ചാണ്. 135നും 145നും മാർക്കിന് ഏകദേശം 145 150 മാർക്കിന് മുകളിൽ ചെയ്തിട്ടുണ്ട്. വിത്ത് 100% ആക്യുറസി മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞാൽ, 145+ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 150+ സ്കോർ ചെയ്യാൻ കഴിഞ്ഞാൽ യു ആർ ഇൻ ദ സേഫ് സോൺ. ഇനി എത്ര ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യണം അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്യണം പ്രിലിംസിന്? So 40+ English, 40+ reasoning, 35+ quant and 25+ ആണ് നിങ്ങളുടെ ടാർഗറ്റ് സ്കോർ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഡിവിജ്വൽ സബ്ജക്റ്റിന്റെ ഇത് ഓവറോൾ ടാർഗറ്റ് സ്കോർ ആണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇപ്പോൾ ഉള്ളത് നമ്മുടെ ഇൻഡിവിജ്വൽ ടോപ്പിക്സിന്റെ ടാർഗറ്റ് സ്കോർ ആണ് 150 മാർക്സ് എബോവ്. 150 മാർക്സ് എന്ന് പറയുമ്പോൾ ഏകദേശം 80 ചോദ്യങ്ങൾ അല്ലെങ്കിൽ 75 ചോദ്യങ്ങൾ മുകളിൽ 100 ചോദ്യങ്ങളാണ് ഉള്ളത്. അതിൽ സേഫ് സോൺ പിടിക്കാനാണെങ്കിൽ 80 ക്വസ്റ്റ്യൻസോളെങ്കിലും കറക്റ്റ് ആക്കണം നിങ്ങൾ. ഭയങ്കര സിമ്പിൾ ആണ്, കാരണം ഇത് ഭയങ്കര ഹൈ ലെവൽ എക്സാം അല്ല. നിങ്ങളുടെ 10th പഠിച്ച അല്ലെങ്കിൽ 12th പഠിച്ചതിന്റെ ബേസിൽ വരുന്ന ഒരു എക്സാം ആണ്. എക്സാം നല്ല ഈസിയർ ആയിട്ടുള്ള എക്സാമും ആണ്. സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് സോ നമ്മളിതെല്ലാം ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഡെയിലി പഠിക്കേണ്ടത് കഴിവതും ക്വാൻസിന് 2 മണിക്കൂർ, ഇംഗ്ലീഷിന് 1 അവർ, റീസണിങ്ങിന് 1 അവർ, GK ആയിട്ട് 30 hours, PYQ or mock 1 hour. ആൻഡ് സിലബസ് ആദ്യം കംപ്ലീറ്റ് ചെയ്യുക, PYQs സോൾവ് ചെയ്യുക,
വീക്ക്ലി മോക്സ് അറ്റൻഡ് ചെയ്യുക, മിസ്റ്റേക്കുകൾ അനലൈസ് ചെയ്ത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് സ്റ്റഡി പ്ലാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. ഈ ഡീറ്റെയിൽഡ് ഡെയിലി റുട്ടീൻ ഉണ്ടല്ലോ, ഞാൻ QA 2 മണിക്കൂർ തന്നെ ഡെയിലി പഠിക്കണം അങ്ങനൊന്നുമില്ല. ഇപ്പോൾ ഒരുപാട് വർക്കിംഗ് ആസ്പിരൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഡിഗ്രി ഓൺ ഗോയിങ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആസ്പിരൻസിന് ഈ പരീക്ഷ എഴുതണം എന്നുണ്ട്, വർക്ക് ചെയ്യുന്നവർക്ക് ഈ പരീക്ഷ എഴുതണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഈ ഒരു ടൈം സ്ട്രക്ചറിൽ അവർക്ക് പഠിക്കാൻ പറ്റത്തില്ല. അവർക്ക് കിട്ടുന്ന സമയം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വൈസ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം. QA ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരാൾക്ക് 2 അവർ ഡെയിലി പഠിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് QA എളുപ്പമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീക്കർ ഏരിയ ചിലപ്പോൾ ഇംഗ്ലീഷ് ആയിരിക്കും, ആ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യാം. എന്തായാലും ഒരു ദിവസം ഒന്നും പഠിക്കാതിരിക്കരുത്, എന്തെങ്കിലും ഒന്ന് പഠിക്കണം. ഓക്കെ, അപ്പം ഈ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി പ്ലാൻ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ അടിപൊളിയായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാം. ഓരോ ദിവസം എത്ര മണിക്കൂർ പഠിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം. സോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൺസേൺസും കാര്യങ്ങളും എല്ലാം കോമെന്റ് ബോക്സിൽ എന്ത് ചെയ്താൽ ഒന്ന് ഇട്ടാൽ മതിയാവും. നമ്മൾ അതിനെല്ലാം അഡ്രസ്സ് ചെയ്യുന്നുണ്ടാവും. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സും നോട്ടിഫിക്കേഷൻസും എല്ലാം കറക്റ്റ് സമയത്ത് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ചാനലാണിത്. സോ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ എൻട്രിയിലാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും മികച്ച ഡിസ്കൗണ്ട് പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് SSCയുടെ എല്ലാ കോഴ്സുകളും അവൈലബിൾ ആണ്. ജസ്റ്റ് ഈ സ്ക്രോളിലൂടെ പോകുന്ന നമ്പറിൽ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ നമ്പർ ഉണ്ടാവും, ആ നമ്പറിൽ കണക്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ തന്നെ SSC എക്സാംസിലെ കോഴ്സുകളിലേക്ക് ഗ്രാബ് ചെയ്യാനായിട്ട് സാധിക്കും. കോഴ്സുകളിൽ ജോയിൻ ചെയ്ത് പഠിക്കാം. സോ വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. താങ്ക് യു.